ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ നിലവിൽ പരിക്കിന്റെ പിടിയിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഇടത് കാൽമുട്ടിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത് ഈ സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമാകും എന്നുള്ളതായിരുന്നു. പക്ഷെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ നെയ്മർ ജൂനിയർ പങ്കെടുത്തിട്ടുണ്ട്. സാന്റോസിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. കാരണം നല്ല രൂപത്തിലുള്ള ഒരു പരിക്ക് നെയ്മർ ജൂനിയർക്ക് അവിടെയുണ്ട്. എന്നിട്ടും അദ്ദേഹം ഗ്രൂപ്പ് ട്രെയിനിങ് നടത്തി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പിന്നീട് ഉയർന്നു. പക്ഷെ ഇതിലെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഗ്ലോബോ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡോക്ടർമാരുടെ ഉപദേശം അവഗണിച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. ഇടത് കാൽമുട്ടിൽ ഇപ്പോഴും നെയ്മർക്ക് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്രമം വേണമെന്നും സർജറി ചെയ്യണമെന്നും ഡോക്ടർമാർ നെയ്മറോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ സാന്റോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് നെയ്മർ ഇപ്പോൾ സർജറി ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹം സർജറി നീട്ടിവെച്ചു. ഒരു വലിയ റിസ്ക് ആണ് നെയ്മർ ജൂനിയർ ഇവിടെ എടുത്തിട്ടുള്ളത്. പരിക്കും വെച്ചുകൊണ്ട് കളിക്കാൻ അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ക്ലബിന് വേണ്ടി ത്യാഗം ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. സർജറി ചെയ്താൽ അതിൽ നിന്നും മുക്തനാവാൻ നെയ്മർ ജൂനിയർക്ക് 1 മാസമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ ഈ പരിക്കും വെച്ചുകൊണ്ട് സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കാനാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സാന്റോസ് റെലഗേഷൻ സോണിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് നെയ്മർ ഈ ഒരു റിസ്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പരിക്കും വെച്ചുകൊണ്ട് കളിച്ചാൽ അത് പരിക്ക് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. അക്കാര്യത്തിൽ ആരാധകർക്ക് വലിയ പേടിയുണ്ട്. എന്നിരുന്നാലും ടീമിന് വേണ്ടി ഈ ഒരു സാക്രിഫൈസ് ചെയ്യാനാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.